ഹലോ ഡിയേഴ്സ്, +1 ഫിസിക്സ് എക്സാമിന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റാണ്. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മറ്റ് 5 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് അറിയാം ആംഗിൾ ആണ്, അതുപോലെ തന്നെ യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ്, സ്ട്രെയിൻ, അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആംഗിൾ എന്താണ്, സോളിഡ് ആംഗിൾ, പ്ലെയിൻ ആംഗിൾ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതിന്റെ സിമ്പിൾ, അതിന്റെ SI യൂണിറ്റ് സംഭവങ്ങൾ, അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫെർമി എന്താണ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ ലൈറ്റ് ഇയർ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, ആവറേജ് വെലോസിറ്റി എന്താണ്, ആവറേജ് സ്പീഡ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അതിനകത്ത് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടത് ലെസ് ആണോ ഈക്വൽ ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് either ലെസ് ഓർ ഈക്വൽ ആണ്, മനസ്സിലായില്ലേ? അപ്പം ട്രൂ ആണ്. പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് എന്താണ്, കംപ്രസിബിലിറ്റി, അതൊക്കെ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സുമായി ബന്ധപ്പെട്ടൊക്കെ അതിനകത്ത് ചോദിക്കാം. പിന്നെ കാപ്പിലറി ആക്ഷൻ, ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഇതുപോലെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ചോദിക്കാം. അപ്പം അതിന്റെ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാപ്പിലറി റൈസിന്റെ ഹൈറ്റിന്റെ ഡെറിവേഷൻ. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ, അത് കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ അത് എന്താണെന്ന് കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ ആ ഒരു ടെമ്പറേച്ചറും ആവറേജ് കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ, അതിന്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നീട് സിഗ്നിഫിക്കൻസ് ഓഫ് VT ഗ്രാഫ്. അപ്പോൾ VT ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന്റെ സ്ലോപ്പ് എന്താണ് തരുന്നത്, അതിൽ തന്നെ സ്ലോപ്പിലെ ഗ്രാഫ് തന്നിട്ട് VT ഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് ആക്സിലറേഷൻ കാണാനുണ്ടാകും. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് നിങ്ങൾക്ക് അതിനകത്ത് വെലോസിറ്റി കാണാനുണ്ടാകും. അതുപോലെ VT ഗ്രാഫിന്റെ ഏരിയ എന്ന് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് കാര്യങ്ങൾ കാണുവാനുള്ളത് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ VT ഗ്രാഫിന്റെ ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ടാകും. ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ അതുണ്ടാകാം. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ യൂണിഫോം മോഷന്റെ ഗ്രാഫുകൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ, അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ വർക്ക് ഡണ്ണിലോട്ട് പോകുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വർക്ക് ഓരോ കേസിലും പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധമുള്ളത് കൊണ്ട് ഞാനിവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വെച്ചു. അതുകൊണ്ട് പക്ഷേ ആംഗുലാർ മൊമെന്റം, ബാലറ്റ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ആംഗുലാർ മൊമെന്റം റൊട്ടേഷന്റെ സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കെപ്ലേസ് ലോ, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കാൻ മറക്കേണ്ട. PV ഡയഗ്രാം, കാർനോട്ട് സൈക്കിൾ, അതിന്റെ സംഭവങ്ങൾ, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവസാന ആ ഒരു നിമിഷം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ആർക്കും അതിനകത്ത് ജോയിൻ ആകാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ബാച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും വളരെ സിമ്പിൾ ആക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ്. അപ്പം മാത്സ്, ഫിസിക്സ്, ബയോളജി ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും അതിനകത്ത് കൃത്യമായി മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള നമ്മുടെ അവസാനത്തെ ബാച്ചിലേക്ക് ജോയിൻ ആകാൻ ഒരു അവസരമാണ്. നോക്കൂ നിങ്ങൾ, ഇവരൊക്കെ ഫെയിൽ ആയിട്ട് നമ്മുടെ ബാച്ചിൽ വന്നവരാണ്. പല സ്റ്റുഡൻസും നമ്മുടെ അടുത്ത് വരുന്നത് +1 മാർക്ക് കുറഞ്ഞു, പക്ഷേ +2 കുഴപ്പമില്ലായിരുന്നു. +1 മാർക്ക് കുറഞ്ഞ കാരണം ഫെയിൽ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ +1 വളരെ സീരിയസ് ആ, കാരണം +2 ലെവൽ കുറച്ചുകൂടി കൂടും, ടഫ് ആകും. +1 നല്ല മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ഫെയിലായി വന്നിട്ട് പോലും കുറഞ്ഞ സമയം കൊണ്ട് പോലും ഒരു 10-15 ക്ലാസ്സുകൾ കൊണ്ട് 32 ഇവരൊക്കെ സാബാച്ചിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാൻ കാരണം ഇവരൊക്കെ ലോ ആയിട്ടുള്ള ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്. അവർക്ക് പോലും കുറഞ്ഞ സമയം കൊണ്ട് ഇവരൊക്കെ എക്സാം, നിങ്ങൾക്കറിയാമല്ലോ +2 റിസൾട്ട് വന്ന് പിന്നെ എക്സാമിലോട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ആ സമയം കൊണ്ട് പോലും ഇവർക്ക് 9:31 അതുപോലെ 16, ഇവർ +1 ഫിസിക്സിൽ 16 ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ +2 ഫെയിലായി. പക്ഷേ +1 മാർക്ക് കുറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി, ബാച്ചിൽ ജോയിൻ ആയത് കേട്ടോ. കുറഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് ഇവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു. അപ്പം എന്നിട്ട് പോലും കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് 40 അടുത്ത് 2 സബ്ജക്റ്റ് കൂടി ഫെയിലായി, 2ഉം പഠിച്ചെടുത്തു. അതുപോലെ ഒരുപാട് ഇവരൊക്കെ ബാച്ചിലെ കേസുകളാണ്. ഇതിനകത്ത് ഇവരെ കണ്ടില്ല 6-20 ഇവരൊക്കെ അവസാനം ജോയിൻ ആയവരുണ്ട്, കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ഈ ഒരു റിസൾട്ടിലോട്ട് എത്തിക്കാൻ സാധിച്ചത്. മാത്രമല്ല ഇവരൊക്കെ നിങ്ങൾ ബിലോ ആവറേജ് ആയിട്ടുള്ള 1 ഇയർ പഠിച്ചിട്ടും സബ്ജക്റ്റ് പാസ്സാകാൻ കഴിയാത്തവരാണ്. അവരെയാണ് നമ്മൾ ഈ ഒരു 10-15 ദിവസം കൊണ്ട് ഈ ഒരു റിസൾട്ടിലോട്ട് എത്തിക്കുന്നത്. ഇവരൊക്കെ അഡ്ഡപടലം +1 ഫിസിക്സിൽ 8 മാർക്ക് നോക്കിയാൽ അറിയാം. അങ്ങനെ +2 5 എഴുതാം. ഫിസിക്സിൽ ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടായിരുന്നു.
അങ്ങനെ ഒറ്റയടിക്ക് സേ എക്സാമിൽ ആ ഒരു 10-15 ദിവസം കൊണ്ട് 28 മാർക്കിൽ എത്തണമായിരുന്നു. അങ്ങനെ അവരെത്തി. ഇവരൊക്കെ പഠിപ്പിച്ചത് കോഡുകളാക്കിയിട്ടും ട്രിക്കുകളാക്കിയിട്ടും ഒക്കെ ആയിരുന്നു. അപ്പം ആ രീതിയിൽ ഇവർ കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. കെമിസ്ട്രിയിലും കുഴപ്പമില്ലാത്ത മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത് മികച്ച മാർക്കാണ്. ഇവർ പിന്നെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. SSLCയിലൊക്കെ അതിനകത്ത് വളരെ മിനിമം A+. ഇപ്പം എല്ലാവർക്കും ഒരു 3-4 A+, ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു 3-4 A+ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ, മിക്ക പേർക്കും ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ച് നടന്നൊരു സ്റ്റുഡൻറ്റ്. പക്ഷേ +1 നോക്കി ഫിസിക്സിൽ റിവാലുവേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രിയിലോ A+ ആയി, അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജിയിലോ അറൗണ്ട് ഫുൾ മാർക്ക്. മാത്സ് ഇവർ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല, അവർ സ്കൂളിൽ മാത്സ് പഠിച്ചിട്ടില്ല. നമ്മുടെ ബാച്ചിൽ ഇനിയിപ്പോൾ അഡീഷണലി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ ജോയിൻ ആയിട്ട് അങ്ങനെ പഠിച്ചത്, വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചതാണ്. ഇവർ ലാബ് സ്ട്രീമുള്ള ലാബുള്ള ഒരു സ്ട്രീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ഇല്ലായിരുന്നു. പക്ഷേ ഭാവിയിലേക്ക് എന്നുള്ള രീതിയിൽ വെറുതെ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട, വലിയ സീരിയസ്നെസ് മറ്റ് സബ്ജക്റ്റുകളെ പോലെ കൊടുത്തിരുന്നെങ്കിൽ അതിലും A+ കിട്ടിയേനെ എന്നുള്ളതാണ്. എന്നിട്ട് പോലും 45 കിട്ടിയത് കണ്ടോ. എന്നാലും ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു. പലർക്കും SSLCയിലൊക്കെ ഫുൾ A+ ഉണ്ടായിട്ടും +1 ഒരു സയൻസ് സബ്ജക്റ്റിൽ പോലും A+ കിട്ടാത്തവരുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ജോയിൻ ആകാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. പിന്നെ അപ്പോൾ ഇതിനകത്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കാറ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. SC=UT + ½ AT² എന്നാണ്. ഓക്കെ, ഞാനത് എഴുതിയപ്പം അങ്ങനെ ഓക്കെ ½ AT² ആണത്. ഓക്കെ, പിന്നെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്, അതിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതിൻ്റെ ഡെറിവേഷൻ ചിലപ്പം ചോദിക്കാറുണ്ട്. പിന്നീട് ഇവിടെ ഇപ്പം റീകോയിൽ വെലോസിറ്റിയാണ് ചോദിച്ചത്, വിച്ച് കൺസർവേഷൻ ലോ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പം രണ്ടും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റവും പറയണം. പിന്നെ ടോർക്ക്, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടോർക്ക് എന്തായാലും ഫിസിക്സ് ബുക്ക് തുറന്നാൽ പഠിക്കണം. പിന്നെ സോളിഡ്സിലാണെങ്കിൽ ഈ ഗ്രാഫ്, ഇതിലെ എല്ലാ പോയിന്റുകളും, അതുപോലെ ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്താണ്, അതുപോലെ തന്നെ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്താണ്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസിലോ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതിൻ്റെ ഒരു പ്രോബ്ലവും നിങ്ങൾ ചെയ്യാൻ പഠിച്ചു വെക്കുക. അനോമലസ് എക്സ്പാൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം, അതിനകത്ത് ഹീറ്റ് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ചോദിക്കുക, ലാറ്റൻ്റ് ഹീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പം പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് പിന്നെ ഇതിന്ന് നമ്മുടെ പെൻഡുലത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള, ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡെറിവേഷൻ അത് ചോദിക്കാം. അല്ലെങ്കിൽ ½ mv² = mgh എന്നുള്ളത് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ½ mv² ഡെറിവേഷൻ തന്നെ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചോദിക്കാം. അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഓഫ് എ ഫാളിംഗ് ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് എനർജി പവറിലെ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. പിന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ ഓസിലേഷൻസിൽ ചോദിക്കാം. സെക്കൻഡ്സ് പെൻഡുലം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ബീറ്റ്സ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, അതുപോലെ ഓപ്പൺ ഓർഗൻ പൈപ്പ്, അതിൻ്റെയൊക്കെ ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ ഡെറിവേഷൻ അത് കാണിക്കാൻ ചോദിക്കാം. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ വേവ്സിൻ്റെ ജനറൽ ഫോർമുല വെച്ചിട്ട് അത് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം, ആ സംഭവങ്ങളുണ്ടല്ലോ, അതും അതിനകത്ത് പഠിച്ചു വെക്കാം. പിന്നീട് കെയുടെ വാല്യൂ, അതുപോലെ ഒമേഗയുടെ വാല്യൂ, ലാംഡയുടെ വാല്യൂ, അതൊക്കെ കാണുന്ന സംഭവങ്ങൾ. പിന്നെ നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ ഹൈ വെയിറ്റേജ് ചാപ്റ്ററാണ്. അതിന് നിങ്ങൾ മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ, റേഞ്ചിൻ്റെ ഡെറിവേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ, അതുപോലെ തന്നെ ഹൈറ്റ് റേഞ്ച് ഒക്കെ കാണാനുള്ള ഒരു ന്യൂമറിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ന്യൂമറിക്കലൂടെ നിങ്ങൾ ചെയ്യുക. പിന്നെ കൈനറ്റിക് എനർജി, ഇതൊക്കെ അതിനകത്ത് ഗ്രാഫ് വരയ്ക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതിനകത്ത് ബാങ്ക്ഡ് റോഡ് ഇപ്പം ആദ്യം നിങ്ങൾ സർക്കുലാർ ലെവൽ റോഡ് പഠിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് അതാണ് വന്നത്. ലെവൽ റോഡ് പഠിക്കുക. പിന്നെ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ പഠിക്കുക. ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ ആണ് ഇവിടെ. അപ്പോൾ അതെല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നിങ്ങൾക്ക് ഇതിനകത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷനിൽ എസ്കേപ്പ് വെലോസിറ്റി, കെപ്ലേഴ്സ് ലോസ്, അതുപോലെ തന്നെ ഹൈറ്റിലെ ഡെറിവേഷന്, ഡെപ്തിലെ ഡെറിവേഷന്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷന്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെറിവേഷന്, കുറേ ഡെറിവേഷൻ അതിനകത്തുണ്ടല്ലോ. അതെല്ലാം അതിനകത്ത് നോക്കി പോവുക. ഇവിടെ ഹൈറ്റിൻ്റെതാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഹാഫ് ദ സർഫസ് ഓഫ് എർത്ത് ഏത് ഹൈറ്റിലാണ് ജിയുടെ വാല്യൂ ആ ഒരു ഹാഫായിട്ട് കുറയുക എന്നുള്ള സംഭവം. പിന്നെ ബെർണോളിസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനൽ വെലോസിറ്റി, ബെർണോളിസ് തിയറം സംഭവങ്ങളൊക്കെ. പിന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഇനി അതിനകത്ത് ആ ചാപ്റ്ററിൽ ഒരുപാട് ഇപ്പം ഫ്ലൂയിഡൊക്കെ ആണെങ്കിൽ ഇനിയും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ അതിനകത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. അതിനപ്പുറം ഇനിയും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാം. പിന്നെ അതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ
അങ്ങനെ ആ ഒരു മെത്തേഡിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ചങ്ങളോടൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.